തൃപ്പൂണിത്തറ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ആറ്റിങ്ങൽ സ്വദേശിയായ ശ്രീകണ്ഠൻ. കമ്പം കാണാനുള്ള ആഗ്രഹം കൊണ്ട് കരിമരുന്ന് കയറ്റിയ വാഹനത്തിൽ കയറിയതായിരുന്നു ശ്രീകണ്ഠൻ. തന്റെ ജീവിതത്തിലെ ആ ഞെട്ടിക്കുന്ന അനുഭവം പറയുകയാണ് അദ്ദേഹം. കമ്പം കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വന്നത്. നമ്മൾ പണിക്കാരൊന്നുമല്ലേ. എൻ്റെ സ്ഥലം ആറ്റിങ്ങൽ. ശ്രീകണ്ഠൻ. നമ്മളെ അവർക്ക് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മളെ ആഹാരത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനം എടുത്ത് പാക്ക് ചെയ്ത് ചാക്കിൽ കെട്ടി വെച്ച് കൊടുക്കുക. അതൊക്കെയാണ് നമ്മളെ ജോലി. അല്ലാതെ ബാക്കിയുള്ള നിർമ്മാണമൊക്കെ അവർക്ക് ജോലിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പം കാണാനുള്ളൊരു ആവേശം കൂടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ല. ഫസ്റ്റ് വരവുമാണ്. അപ്പോൾ നമ്മൾ അവർക്കുള്ള സഹായങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഈ ഗേറ്റിൻ്റെ അങ്ങറ്റത്ത് നിന്ന് കുറച്ച് മരുന്ന് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 10:30 മണിക്ക് ആകുമ്പോൾ വെച്ച് അങ്ങ് അറ്റത്ത് കിടന്ന വെടിമരുന്നാണ് കത്തുന്നത്. അപ്പോൾ ഈ ജോല കണ്ടപ്പോഴേ നമ്മൾ ഓടി. 3-4 പേരെ ഓടാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവർ എഴുന്നേറ്റൊക്കെ ഓടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ പൊള്ളലേക്കുകയും മൊത്തത്തിലങ്ങ് തീയാവുകയും ചെയ്തു. നമ്മൾ ഈ ബന്ധം വിട്ട് ഓടുന്ന കൂട്ടത്തിൽ 2 സ്ഥലത്ത് വീണ് അതിൻ്റെ മുറിവും ചതവും മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ പൊള്ളലേറ്റ നമുക്കൊന്നും സംഭവിച്ചില്ല. നമ്മൾ ദൂരം കഴിഞ്ഞ്. അപ്പോൾ ഈ പൊള്ളലേറ്റെങ്കിലും ഈ അവിടെ ഇവിടെയൊക്കെ ഈ ചെറിയ ചോര ഒലിച്ചിൽ കണ്ടതുകൊണ്ട് ഈ ഇതിൻ്റെ പൊട്ടലെല്ലാം അവസാനിച്ചതിന് ശേഷം ഫയർഫോഴ്സും ആംബുലൻസും എത്തി. അപ്പോൾ ഈ ചെറിയ രീതിയിലൊക്കെ ചോര പൊടിയണം കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഈ ചേട്ടനും പരുക്കൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കയറിയാണ്. അല്ലാതെ അതുപോലെ എനിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് ഈ വീണയിൽ പറ്റിയ ചതവും ഉടവും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബന്ധം വിട്ടൊരു കേസ് എനിക്കില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ കത്തുന്ന സംഭവം നിങ്ങൾ കാണുകയല്ലേ? കത്തുന്നത് കണ്ട്, അങ്ങനെ കത്താൻ ചാൻസ് ഉള്ളൊരു കേസല്ല. കത്തുന്നത് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ജീവനും കൊണ്ട് ഓടിക്കൊള്ളണം. അതിനിടയിൽ തീ പാഞ്ഞെത്തി മൊത്തം പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അറിയാവുന്നവരുണ്ടായിരുന്നു. പരിചയമുള്ള അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ കൊട്ടാരക്കരയെ കടയ്ക്കല്ലാണ്ട് ഉള്ളതാണ്. ആ പുള്ളിയെ മാത്രമേ എനിക്ക് നേരത്തെ മുതൽ പരിചയമുണ്ട്. ഇവരൊക്കെ അവിടെ പുള്ളിയെ ഈ ഇപ്പോൾ ഈ വെടിക്കെട്ടിൽ അപകടം പറ്റിയ ആളിൻ്റെ ഡാഡി മരിക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 തവണ അവരെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഈ പുള്ളി പണി തൊട്ടിക്കണേ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മളങ്ങനെ വലിയ കോൺട്രാക്റ്റ് ഇല്ല. പണി അറിയാമെങ്കിൽ മാത്രമേ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റൂ. ഇത് നമ്മൾ വല്ലപ്പോഴോ ഒരിക്കൽ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, സ്ഥിരം പണിയായിട്ടിരിക്കുകയും നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ സ്ഥിരം സഹകരിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇതിനു മുമ്പ് ഇവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് അവർക്കറിയാം. പണിയെല്ലാം ഒതുങ്ങിയിട്ട് നമ്മൾ ഈ കമ്പത്തിൻ്റെ പ്രേമിയാണ്. അത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ തൃശ്ശൂരൊക്കെ ഒറ്റയ്ക്കാണ് പോണത്. സീസണൊക്കെ ആകുമ്പോൾ ഞാൻ ആരെയും കൂട്ടയൊന്നുമില്ല. ഒറ്റയ്ക്ക് പോകും, കാണും, ഇനി പോരും. ഇത് പിന്നെ അവർക്ക് വണ്ടിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു ചിലവില്ല. അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് അങ്ങ് പോകുന്നത്. അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ ഒരു സംഭവമായി പോയല്ലേ? ശരിക്കും അതിൽ ഞെട്ടൽ മാറാൻ എൻ്റെ ചരിത്രത്തിൽ ഈ 57 വയസ്സിനകത്ത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. കാണാൻ നിൽക്കാൻ പറ്റില്ല. തീ കണ്ടപ്പോഴേ നമ്മൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യണത്. അല്ല, അവിടെ നിന്ന് നമുക്ക് ഒന്നും വീക്ഷിക്കാൻ ഒക്കില്ല. അപ്പോഴാ സമയത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. വളരെ ഡേഞ്ചറായ ഒരു അപകടമാണ്. ഇങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതിന് ആ സമയം എടുക്കില്ല. കത്തി കഴിഞ്ഞാൽ എല്ലാം ഒറ്റപ്പിടിയാണ്. ആ സമയം കൊണ്ട് നമ്മൾ എത്ര ദൂരം മാറി നിൽക്കാൻ പറ്റുമോ അത്രയും രക്ഷ. അല്ലെങ്കിൽ നമ്മളെ ജീവൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഒറ്റ ആന്തലിൻ്റെ മൊത്തം ആ ഒരു മരവും വാഹനങ്ങളെല്ലാം ഇങ്ങനെ കത്തിപ്പോവില്ലായിരുന്നു. മരമൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല പച്ച പടാരിപ്പുള്ളൊരു മരമാണ്. നല്ല തണലും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നൊരു മരമാണ്. പിന്നീട് ഇപ്പോൾ ഈ പിള്ളേർ മറ്റേ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നപ്പോഴാണ് നമ്മൾ ചെന്ന് ആദ്യം കണ്ട മരമല്ല ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അവിടെ നമുക്ക് വേറൊരു കാഴ്ച കാണുമ്പോൾ നിന്ന് വീക്ഷിക്കാൻ നോക്കില്ല. അത്രയ്ക്കും ഇങ്ങനെ പൊട്ടിത്തെറി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ചുറ്റുപാടുള്ള വീടെല്ലാം തകർന്നിട്ടുണ്ട്. മൊത്തം തകർന്നെന്നാണ് പറയുന്നത്.
പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഈ നിസ്സാര മുറിവായിട്ട് പോലും അവരെന്നെയും കയറ്റി ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ എനിക്ക് യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ വരേണ്ട കാര്യമില്ല. അപ്പോഴും ഒരു പൊടിച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. ഈ പോറിയൻ്റെ ഒരു പൊടിച്ചിൽ മാത്രം. അല്ലാതെ വലിയ മുറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും അവർ പറഞ്ഞ് അത് തലയ്ക്കുണ്ടാകുന്ന കേടുകളൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ചേട്ടൻ കയറുന്നുണ്ട് സ്ട്രെച്ചർ കൊണ്ടുവന്ന് വലിച്ച് കയറ്റി അപ്പോഴേ കൊണ്ടിങ്ങി പോരെയാണ്. കൂട്ടത്തിൽ വേറെയും 3-4 പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ സീരിയസ് ഭാഗികമായ പൊള്ളലായതുകൊണ്ട് അവരെ മെഡിക്കൽ കോളേജിൽ വിട്ടു. ഇവിടെ മെഡിക്കൽ കോളേജിൽ നമുക്കൊക്കെ പിന്നെ അത്രയ്ക്കുള്ള കേസായതുകൊണ്ടാണ് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വേറെ പുറത്തോട്ട് വിടാതെ. ഡിസ്ചാർജ് ആകുന്ന കാര്യത്തിൽ ഡിസ്ചാർജ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയാണ് മക്കൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്. ഞങ്ങളന്ന് വന്നിട്ട് ഇന്ന് 3 ദിവസമായി. തൃപ്പൂണിത്തറ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മോചിതനായിട്ടില്ല പ്രദേശവാസിയായ സഞ്ജയ് കെ. പള്ളുരുത്തി സ്വദേശിയായ സഞ്ജയ് ശൂരനാട് വാടകയ്ക്ക് താമസിക്കുകയാണ്. സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ സഞ്ജയ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.